ഈ വിമാനത്തിലുണ്ടായിരുന്ന നഴ്സായ പത്തനംതിട്ട സ്വദേശിയുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമൻ, അവരുടെ കുടുംബാംഗങ്ങൾ അറിഞ്ഞോ വിവരം? എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സുജയ, ഇപ്പോൾ കുടുംബാംഗങ്ങളെ ഈ വിവരം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ജനപ്രതിനിധികളും മറ്റ് അയൽവാസികളും ബന്ധുക്കളും ഒക്കെ എത്തിയിട്ടുണ്ട്. കൊണ്ടിരുന്നൊരു സമയമാണ്. വലിയ വേദന ഉണ്ടാക്കുന്ന വാർത്തയാണത്. തീർച്ചയായിട്ടും ആ കുട്ടി ദീർഘകാലമായിട്ട് ഒരു പെൺകുട്ടി എന്ന നിലയിൽ അതിൻ്റെ പരിമിതികൾക്കപ്പുറത്തേക്ക് തൊഴിൽ മേഖലയിൽ ഇടപെടുകയും തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് നാടുകളിലൊക്കെ പോയി ജോലി ചെയ്യുകയും പിന്നീട് UK പോവുകയും ഒക്കെ ചെയ്ത് പഠിക്കാൻ മിടിക്കുകയായിരുന്നു. സ്കൂൾ കാലഘട്ടം മുതൽ എല്ലാവരുമായും വളരെ നല്ല ബന്ധവും അടുത്ത ബന്ധവും പുലർത്തിയ ഒരു കുട്ടിയാണ്. ആ കുട്ടിയായാലും അതിൻ്റെ കുടുംബമായാലും എല്ലാവരോടും വളരെ സജീവവും സ്നേഹവുമായി പെരുമാറി ഇടപെടി എല്ലാവർക്കും ഇഷ്ടമുള്ള നാട്ടിലെല്ലാവരും വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുടുംബമാണ്. ഇപ്പോൾ അമ്മയും 2 മക്കളുമാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ അത് വീട് പണിത് പൂർത്തീകരിക്കുന്ന ഒരു സ്ഥിതിയിലെത്തി. ആ സമയത്ത് സർക്കാർ ഒരു ജോലി ലഭിക്കാനുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. അപ്പോൾ ദൗർഭാഗ്യം എന്ന് പറയുന്നത് അത് 3 ദിവസത്തേക്ക് വന്നതാണ്. അപ്പോൾ ആ തൊഴിലിന് ജോയിൻ ചെയ്ത് തിരികെ പോകാനും തിരികെ നാട്ടിലേക്ക് മടങ്ങുമെന്ന ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. കാരണം ജോലി ലഭിച്ചു, സർക്കാർ ജോലി ലഭിച്ചു, കുട്ടികളോടൊപ്പം ഇവിടെ കൂടണമെന്ന് ആഗ്രഹിച്ചാണ് തിരിച്ചു പോയത്. അപ്പോൾ ആ സമയത്താണ് ഇത്തരത്തിലുള്ളൊരു ദുരവസ്ഥ ഉണ്ടായത്. പ്രദേശവാസികൾക്ക് എല്ലാവർക്കും വലിയ വേദന ഉണ്ടാക്കുന്ന, ഞെട്ടലുണ്ടാക്കുന്ന, ഒരുപാട് മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് നടന്നത്. നാളായിട്ട് UK ഈ അടുത്ത കാലത്താണ് പോയത്. അതിന് മുൻപ് ഗൾഫ് നാടുകളിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. UK 1 വർഷത്തിൽ താഴെയാണ് UK ജോലി ചെയ്യാൻ പോയിട്ട്. ഇപ്പം ഇതിനു വേണ്ടി ഇപ്പോൾ വന്നാണ്. ഈ സർക്കാർ ജോലി ലഭിച്ചു എന്നുകൊണ്ട് PSC റാങ്ക് ലിസ്റ്റ് ജോലി ലഭിച്ചു എന്നുകൊണ്ട് നാട്ടിലേക്ക് വന്നാണ്. നഴ്സിംഗ് ബന്ധപ്പെട്ട ജോലിയാണ്. അപ്പോൾ അങ്ങനെ ജോലി ലഭിച്ചുകൊണ്ട് തിരികെ വന്നപ്പോൾ അത് ഒപ്പിട്ട് അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കൈപ്പറ്റി അത് ജോലി ലീവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയുള്ള സമയം എടുത്ത് പെട്ടെന്ന് വന്നതാണ്. അപ്പം തിരിച്ചിങ്ങ് പോരുകയാണ്. അവിടെ ചെന്ന് കാര്യങ്ങൾ ക്രമീകരിച്ച് മടങ്ങി വരണം. ഇപ്പം ജോലി ലഭിച്ചു, വീടായി, കുട്ടികളോടൊപ്പം ഇവിടെ മുന്നോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹിച്ച ആ കുട്ടി മുന്നോട്ട് പോയത്. ഇന്നലെ വൈകിട്ട് ഇവിടുന്ന് എയർപോർട്ടിലോട്ട് പോയി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോവുകയായിരുന്നു. ചെങ്ങന്നൂന്ന് റെയിൽവേ ട്രെയിൻ മാർഗം നെടുമ്പാശ്ശേരിക്ക് പോവുകയും നെടുമ്പാശ്ശേരിയിൽ നിന്ന് ചെന്നൈക്ക് പോവുകയുമായിരുന്നു.